ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവക്കുട്ടീൻ്റെ ഒരു ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഇവക്കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ എങ്കിൽ ബർത്ത്ഡേ ഇപ്പോഴല്ല, ബർത്ത്ഡേ ഒരു മാസം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഓഫർ ഉള്ളതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചതാണ്. പിന്നെ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കൂട്ടറാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്കും വലിയ ആൾക്കും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ. അപ്പോൾ ഇവക്കുട്ടിക്ക് പ്ലാനറ്റേറിയം ഇവന്റിന് എന്താക്കണ്ടേ? അതിന് ഇവക്കുട്ടിക്ക് ഡ്രോയിങ്സ്, അതിന് വേണ്ടിട്ട് നമ്മൾ അല്ലടാ പറയട്ടെ. അതിന് നമുക്ക് എന്താ വേണ്ടത്? ഇവക്കുട്ടിക്ക് എന്താ വേണ്ടത്? എന്താ കൊണ്ടുപോകേണ്ടത്? സോളാർ സിസ്റ്റം, അതുപോലെ റോക്കറ്റ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്രാഫ്റ്റും പിന്നെ വേറെന്താ പിക്ചേഴ്സ് ഒക്കെ കൊണ്ടുപോകണം. അപ്പൊ നാളെയാ കൊണ്ടുപോകണ്ടേ ഇവക്കുട്ടിക്കല്ലേ? അപ്പൊ അതിന് വേണ്ടി ബ്ലാക്ക് പേപ്പർ ഇല്ലാത്തോണ്ട് അത് ഷോ ആൻഡ് ടെൽ, അത് വേറെ ഇത് വേറെ കേട്ടോ. അപ്പൊ നമുക്ക് ബ്ലാക്ക് പേപ്പർ ഇല്ലാത്തോണ്ട് നമ്മൾ കളറിലടിച്ച് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഇത് ഉണങ്ങാൻ വെച്ച് വെക്കട്ടെ, എന്നിട്ട് വേണം പിക്ചർ വരയ്ക്കാൻ. എന്താണ് പപ്പറ്റ് ഷോയാ? വേഗം കൊണ്ടുവച്ചിട്ട് വന്നേ. എന്നിട്ട് വേണം ഇവർക്ക് റോക്കറ്റ് ഉണ്ടാക്കണം. വേഗം കൊണ്ടുവച്ചിട്ടോ. അപ്പോൾ നാളത്തേക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവക്കുട്ടി ഇത് സോളാർ സിസ്റ്റമൊക്കെ ഇവിടെ വരച്ച് വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ ഇതൊക്കെ കട്ട് ചെയ്ത് കളറൊക്കെ ചെയ്ത് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവക്കുട്ടിക്ക് റൗണ്ടൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ കളറൊക്കെ ചെയ്യുന്നുണ്ട്. ഉറക്കം വരുന്നുണ്ട്, ഇതൊക്കെ കിടന്നിട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് ചെറിയൊരു ഉറക്കമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇരുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഓപ്പൺ ആക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വേഗം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളതൊക്കെ തുറന്ന് നോക്കിയത്. റോക്കറ്റ് ഉണ്ടാക്കണം. പിന്നെ വേറെന്താ, ഇങ്ങനെ പറന്നു പോകുന്ന റോക്കറ്റ് അല്ലേ? അങ്ങനെ പൊന്തി പോകുന്ന ഒരു റോക്കറ്റ് ഉണ്ട്, അത് ഉണ്ടാക്കണം അല്ലേ? റോക്കറ്റ് ഉണ്ടാക്കിയല്ലേ? ഇനി ഏതിനെ കൊണ്ട് റോക്കറ്റ് ഉണ്ടാക്കുന്നേ? ഗ്ലാസിനെ കൊണ്ടല്ലേ? അപ്പൊ നമ്മള് ഗ്ലാസിനെ കൊണ്ട് റോക്കറ്റ് ഉണ്ടാക്കണം. പിന്നെ അത് ആക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഓക്കെ കേട്ടോ? തുള്ളല്ല, നേരെ നിക്ക്. ഇനി നമുക്ക് ഒരു പിക്ചറും കൂടെ വരക്കണം. ഭൂമിൻ്റെയും പിന്നെന്തിൻ്റെയൊക്കെ വരക്കണ്ടേ? സണ്ണിൻ്റെ, ആ സോളാർ പേരും എഴുതണോ, എല്ലാത്തിൻ്റെയും പേര് എഴുതണം. പിന്നെ അതുപോലെ ഒരു സോളാർ സിസ്റ്റത്തിലുള്ള എല്ലാത്തിൻ്റെയും പിക്ചറും വരക്കണം. ക്ലാസ്സൊക്കെ എഴുതണം. ഇങ്ങോട്ട് വാ. പേപ്പർ എടുത്തിട്ട് നമുക്ക് എല്ലാ ചിത്രം വരക്കണേ. അൺബോക്സ് ചെയ്യാൻ നോക്കാം. എങ്ങനെ ഓപ്പൺ ചെയ്യാ? ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാം? വാ, ഓപ്പൺ ചെയ്യാം. ഇവിടേക്ക് പറ്റുമോ ഒറ്റയ്ക്ക്? ഇല്ലല്ലോ. അങ്ങനെ വിളിക്കില്ല, മര്യാദയ്ക്ക് വിളിക്കാതെ. അൺബോക്സ് ചെയ്യാൻ പോവാന്ന്. അതെയാ? അച്ഛനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എടുക്കാൻ. ഇവിടുന്ന് ചേച്ചിയാണല്ലേ? വെയിറ്റ് ഇല്ലേ കുട്ടി? ഓ അതെയോ?
അങ്ങനെ ആക്കില്ല. ഹാപ്പി. ഇതെങ്ങനെയാണ് തിരിച്ചു വെക്കേണ്ടത്? അങ്ങനെ നമ്മുടെ സ്കൂട്ടർ ഇവിടെ അൺബോക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ കുറേ പാർട്സൊക്കെ ഇവകുട്ടി തന്നെ കഴിച്ച് നോക്കുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നോക്കുവാണ്. നമുക്കിതുപോലെ ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ട് ഉണ്ടാവുക. അപ്പോൾ അതേപോലെ തന്നെ നമുക്കത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാനും അങ്ങനെയൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. അങ്ങനെയാണ് അത് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് മടക്കി വെക്കാനും ഒക്കെ പറ്റുന്നതാണ്. പിന്നെ ഇത് ചെറിയ കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കും കൂടെ എടുക്കാൻ പറ്റുന്ന ഒരു സ്കൂട്ടറാണ്. 100 kg ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതുവരെയുള്ളവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇവക്കുട്ടിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. അവൾ ഓടിക്കുമെന്ന് നോക്കാൻ പറ്റും. അല്ലല്ലോ, കണക്കല്ലേ? ഇത് ഇവക്കുട്ടിക്ക് കണക്കാം. കളിക്കാൻ പോകുക. എങ്ങനെ ഓടിക്കുക? ഓടിച്ചു നോക്കിയത്? ഇങ്ങോട്ട് വാ. നേരെ എടുത്തു വെക്ക്. പോകുന്നുണ്ടല്ലോ. ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂ? അല്ല, ഇത് സ്റ്റോപ്പ് ചെയ്യാണ്ട് വെറുതെ നിന്നാൽ പോകൂ. ഇതാ ബ്രേക്ക്. ബാക്കിൽ ചവിട്ടാനല്ല ഇങ്ങനെ. ബ്രേക്ക് എങ്ങനെയാ? ബ്രേക്ക് എങ്ങനെ ചവിട്ടാ? നോക്കിയേ, ഒന്നും കൂടി ഓടിച്ച് നോക്കിയേ. ഇല്ല, സൈക്കിളിന്റെ പോലെ തന്നെ. ഓടിച്ചോ. അതോ ആന്നേ കിട്ടി ബാക്കിന്ന് ല്ലേ? ബ്രേക്ക് പിടിച്ചോക്കിയേ. താഴെയാ? പോയി നോക്ക്. ആദ്യം ഇവക്കിട്ട് ബ്രേക്ക് ചവിട്ടാൻ നോക്കിയ ബാക്കിലാണ് ഇതിൻ്റെ ബ്രേക്ക്. ഇതാ ടയറിൻ്റെ മുകളിൽ പിങ്ക് കളർ. പിങ്ക് കളർ ഇഷ്ടമായിനാ? അതാ സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ടോ? സ്റ്റാൻഡ് ഇല്ലല്ലോ. ഇല്ല, ഒന്നും കൂടി ഓടിച്ചു നോക്കിയേ. ഏത്? അതാന്നോ? അതങ്ങോട്ട് എടുത്തു. ബാക്കിൽ ചവിട്ടി നോക്കിയേ. ബാക്കിൽ അങ്ങനെ ഇറങ്ങാൻ പാടില്ല. ബാക്കിൽ ചവിട്ടി നോക്കിയേ. പറ്റൂലേ? നമുക്ക് താഴെ പോയിട്ട് ആക്കി നോക്കേ. ഇവക്കുട്ടി വേഗം അത് ഓടിക്കാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അവൾ സൈക്കിളും സ്കൂട്ടറും അതുപോലെ സ്കേറ്റിങ്ങും ഒക്കെ വേഗം പഠിച്ചുകൊണ്ട് തന്നെ ഒരു ബാലൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വേഗം പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തന്നെയായിരുന്നു കേട്ടോ. ഇനി കുറച്ച് ദിവസം ഇതിൻ്റെ മുകളിൽ തന്നെയായിരിക്കും ഫുൾ ടൈം. അപ്പോൾ ഇത് ഇവക്കുട്ടി ഈസി ആയിട്ട് നല്ല സ്പീഡിലൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ അത്രയും സ്പേസ് ഉള്ളൂ. പിന്നെ കുറച്ച് ടൈമൊക്കെ ഇത് അകത്തുനിന്ന് ഓടിച്ച് കളിക്കുന്നുണ്ട് അതിനെക്കൊണ്ട്. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്കും നമ്മൾ ഉച്ചയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാണ്ട് വെച്ച ആ ഒരു സോളാർ സിസ്റ്റത്തിൻ്റെയൊക്കെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചെറിയൊരു പേപ്പറിൽ കുട്ടിയൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അവൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനും ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം നാളെ കാണാം. അപ്പോൾ ബൈ.